ഛത്തീസ്ഗഡിലെ പൊതുവിദ്യാലയങ്ങളിൽ ഹൈന്ദവ ദൈവങ്ങളെ സ്തുതിക്കുന്ന പ്രാർത്ഥനകളും ആചാരങ്ങളും നിർബന്ധമാക്കിക്കൊണ്ടുള്ള BJP സർക്കാരിന്റെ പുതിയ ഉത്തരവിനെതിരെ ക്രൈസ്തവ മതനിരപേക്ഷ സംഘടനകളുടെ പ്രതിഷേധം ശക്തമാകുന്നു. വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി കാവ്യവൽക്കരിക്കാനുള്ള ആസൂത്രിത ശ്രമമാണിതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികളും മനുഷ്യാവകാശ പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ജൂൺ 12 പുറത്തിറക്കിയ പുതിയ സർക്കുലർ പ്രകാരം സ്കൂളുകളിൽ ദിവസേനയുള്ള അസംബ്ലിയിൽ സരസ്വതി വന്ദനം, ഗായത്രി മന്ത്രം എന്നിവ ചൊല്ലുന്നതും നിലവിളക്ക് കൊളുത്തുന്നതും നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ കുട്ടികൾക്ക് നൽകുന്ന ഉച്ചഭക്ഷണത്തിന് തൊട്ടുമുൻപായി സംസ്കൃതത്തിലുള്ള ഭോജനമന്ത്രം ചൊല്ലണമെന്നും ഉത്തരവിലുണ്ട്. ജൂൺ 16 ആരംഭിച്ച പുതിയ അധ്യയന വർഷം മുതൽ തന്നെ ഈ നിർദ്ദേശങ്ങൾ സ്കൂളുകളിൽ നടപ്പിലാക്കി തുടങ്ങി. കുട്ടികളുടെ ഭൗതിക വികസനത്തിനും ഭാരതീയ സംസ്കാരവും മൂല്യങ്ങളും വളർത്തിയെടുക്കുന്നതിനുമാണ് ഈ തീരുമാനമെന്ന് ഭരണകക്ഷിയായ BJP വ്യക്തമാക്കുമ്പോൾ ഇത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമാണെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു പ്രത്യേക മതത്തിലെ പ്രാർത്ഥനകളും ആചാരങ്ങളും കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ സർക്കാരിന് അവകാശമില്ല എന്ന് പ്രോഗ്രസീവ് ക്രിസ്ത്യൻ അലയൻസ് കോർഡിനേറ്റർ പറഞ്ഞു. സ്കൂളുകളിൽ മതപരമായ കാര്യങ്ങൾ നിർബന്ധമാക്കുന്നത് സംസ്ഥാനത്തെ പുതിയ മതസ്വാതന്ത്ര്യ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ ഈ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്ന് സിവിൽ റൈറ്റ്സ് സംഘടനയായ APCR വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ സ്കൂളുകളെ RSS നിയന്ത്രിക്കുന്ന സരസ്വതി ശിശുമന്ദിരങ്ങളുടെ മാതൃകയിലേക്ക് മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷമായ കോൺഗ്രസ് ആരോപിച്ചു. എല്ലാ മതത്തിലും കമ്മ്യൂണിറ്റിയിലും പെട്ട കുട്ടികൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളിൽ ഇത്തരം ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് കോൺഗ്രസ് വക്താവ് സുശീൽ ആനന്ദ് ശുക്ല മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഈ വിമർശനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ഗജേന്ദ്ര യാദവ് ഇത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ളതല്ല എന്നും കുട്ടികളിൽ അച്ചടക്കവും മൂല്യങ്ങളും വളർത്താൻ മാത്രമുള്ളതാണെന്നും അവകാശപ്പെട്ടു. 3 കോടിയിലധികം ജനസംഖ്യയുള്ള ഛത്തീസ്ഗഡിൽ കേവലം 2% താഴെ മാത്രമാണ് ക്രൈസ്തവ ജനസംഖ്യയുള്ളത്.